ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ചായയും കുടിച്ച് നമ്മളൊരു റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റാപ്പും കഴിച്ച് നമ്മൾ വർക്കുകളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ പണിയൊക്കെ ചെയ്ത് ഉച്ച കഴിഞ്ഞ് നേരെ പുറത്തേക്ക് പോവാണ്. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനോ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ പോയത് എൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്. അവനെ ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ദാ പോണു, ഇതാണ് ഉണ്ണി. അപ്പം ഞാനും അവരും കൂടെ കൂടി നേരെ പോകുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് വാങ്ങാനാണ്. അപ്പോൾ താഴെ വന്നപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ ഹെൽമെറ്റ് എടുത്തിട്ടില്ലെന്ന്. അപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മുകളിലേക്ക് ഓടുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് അവൻ താമസിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ട് അവൻ നേരെ താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി പോകാൻ പോകുന്നത് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിലേക്കാണ്. മാൾട്ടയിൽ ഒരുപാട് കേക്കിൻ്റെ ഷോപ്പ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാമാ ഷുഗർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇത് തഷ്പിഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം വെറൈറ്റി ടൈപ്സ് ഓഫ് കേക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. അത്ര വലിയ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തു. നമ്മളൊരു മീഡിയം സൈസ് ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ വില 25 യൂറോയാണ്. അതുകൂടാണ്ട് നെയിം ബോർഡും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ 2 യൂറോയാണ് ചാർജ്. അപ്പോൾ നമ്മളുടെ കേക്ക് വന്നു. അപ്പോൾ കേക്ക് വന്നപ്പോൾ പുള്ളിക്കാരത്തി നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളിത് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിലാന്ന് പറഞ്ഞപ്പോൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം, ഇത് ഷെയ്ക്ക് ആവാണ്ട് നോക്കണം എന്നും കൂടി നമ്മളോട് പറഞ്ഞു. അപ്പോൾ കേക്ക് വാങ്ങിച്ച് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കേക്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഉണ്ണിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഈ സാൽമൺ ഫ്രൈ ഇങ്ങനെ പൊരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കങ്ങനെ പോകാൻ തോന്നിയില്ല. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമ്മൾ ആരും ഈ വീട്ടിലേക്ക് വരാറില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാവരുടെയും മാറി ഓക്കെ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പിന്നെ ഉണ്ണിയാണെങ്കിൽ മീൻ വറുക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരു പാത്രം എടുത്ത് നേരെ ചോറ് അതിനകത്തേക്ക് ഇട്ട് നല്ല കുറുക്കിയ മോരുകറിയായിരുന്നു. ആ മോരുകറി ചോറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ സാൽമൺ ഫ്രൈ എടുത്ത് ആ സൈഡിലേക്ക് അങ്ങോട്ട് ഇട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ കറി ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് മാറി നോക്കിയപ്പോൾ ഇതായിരിക്കണു ടേബിളിൻ്റെ പുറത്ത് ചിക്കൻ ഫ്രൈ. അപ്പോൾ പിന്നെ അതും ഇടരുതല്ലോ. അപ്പോൾ പിന്നെ നേരെ ആ ചിക്കൻ ഫ്രൈയും കൂടെ എടുത്ത് ആ ചോറ് അങ്ങോട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല വിശപ്പുണ്ടായതുകൊണ്ടും ഫുഡിന് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടും ഫുഡ് കഴിച്ച് തീർന്നതേ അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.